Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറബിക് റൈസ് എല്ലാവർക്കും ഇഷ്ടാവില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു മട്ടൻ കപ്സൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നോമ്പൊക്കെ ആയില്ലേ, എന്നും പത്തിരി അല്ലാണ്ട് ഇടയ്ക്ക് ഇതേപോലെ റൈസൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഇന്നിപ്പോൾ ഞാൻ മട്ടൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ സെയിം റെസിപ്പി ബീഫ് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൂടുതൽ ടൈമൊന്നും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മട്ടൻ കപ്സ് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് മട്ടൻ കപ്സ് എങ്ങനെ റെഡിയാക്കുന്നേ നോക്കാം. മട്ടൻ കപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു 1 kg മട്ടന് മുഴുവനായിട്ട് നമ്മൾ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പകുതി ചേർത്തിട്ട് റൈസ് ഉണ്ടാക്കും, പകുതി വെച്ചിട്ട് പിന്നെ വേറൊരു റോസ്റ്റ് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കപ്സ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അറബിക് റൈസൊക്കെ റെഡിയാക്കുമ്പം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പു, പിന്നെ ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ഇത്രയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡ്രൈ ലെമണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. സ്പൈസസൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത്. ഇപ്പം സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം 5 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞെട്ടി കളഞ്ഞിട്ട് കട്ട് ചെയ്യണമെന്നില്ല, മുഴുവനായിട്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ വലിയൊരു തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന തക്കാളി ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്ത തക്കാളി നല്ല വലുതായിരുന്നു, അതുകൊണ്ട് 1 എടുത്തിട്ട് ഇങ്ങനെ പേസ്റ്റാക്കിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പം പേസ്റ്റാക്കിയിട്ട് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. തക്കാളി നന്നായിട്ട് കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ അറബിക് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കപ്സ മസാല അല്ലേ അത്. പിന്നെ 1/2 ടീസ്പൂൺ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പൊടികളുടെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. 250 ഗ്രാമിൻ്റെ 3 കപ്പ് അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും എത്രയാണ് അരി എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ അതാ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം 1 കിലോ മട്ടനാണല്ലോ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരുന്നത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. അതിന് പകുതി മാത്രമാണ് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ബാക്കിയുള്ള മട്ടൻ വെച്ചിട്ട് നമ്മളൊരു മട്ടൻ റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ മട്ടൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം മട്ടനിലേക്കുള്ള ഉപ്പ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് 3 വിസിലിന് മട്ടൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. മട്ടൻ വേവാനുള്ള വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് മട്ടൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 3 വിസിലിനൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ മട്ടൻ വെന്ത് വരുന്ന ആ ഒരു സമയം ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതാ 3 വിസിലടിച്ചിട്ട് പ്രഷറൊക്കെ താനേ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് തുറന്ന് നോക്കിയിട്ട് മട്ടൻ്റെ ഒരു 3/4 ഭാഗം വേവ് ഈ ഒരു സമയത്ത് ആവണം. പിന്നെയാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനെടുത്ത മട്ടൻ ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കേക്ക് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെള്ളം വേറെ തിളപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒഴിക്കാം. അല്ലെങ്കിൽ വെള്ളം ആദ്യം ചേർത്തിട്ട് പിന്നെ വെള്ളം തിളച്ച് വന്നിട്ട് അരി ചേർത്ത് കൊടുക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം സെപ്പറേറ്റ് തിളപ്പിച്ചിട്ട് അങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അരി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതേ ഗ്ലാസ്സിന് തന്നെ 5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സാധാരണ നമ്മളിങ്ങനെയുള്ള റൈസൊക്കെ റെഡിയാക്കുമ്പം അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം അങ്ങനെയാണല്ലേ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് 1 ഗ്ലാസ് കുറവായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒറ്റ വിസിലിന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. മട്ടനും 3/4 ഭാഗം വേവായിട്ടുണ്ട്. പിന്നെ റൈസും നമ്മൾ സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴേ നമ്മൾ റൈസ് വെന്ത് വരുമ്പം പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒറ്റ വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ വിസിലടിച്ച് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പ്രഷറൊക്കെ താനേ പോയിട്ടുണ്ടാവും. അപ്പം പ്രഷർ താനേ പോയിട്ട് വേണം കേട്ടോ കുക്കർ നമ്മൾ ഓപ്പൺ ആക്കാൻ. അപ്പോൾ നന്നായിട്ട് റൈസ് വെന്ത് കിട്ടുള്ളൂ. പിന്നെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുത്ത മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം റമദാനൊക്കെ ആയില്ലേ, എന്നും പത്തിരി അല്ലാണ്ട് ഇടയ്ക്ക് റൈസൊക്കെ ഇതുപോലെ റൈസൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസ് തന്നെയാണ്. അപ്പോൾ അതാ ഈ ഒരു മട്ടൻ റോസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. താങ്ക്